നിങ്ങളൊരാളെ എത്രമാത്രം സ്നേഹിച്ചാലും ആ വ്യക്തിക്ക് അതേ സ്നേഹം തിരികെ നൽകാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം വ്യാജമാകുന്നുമില്ല. വാട്ട് ഈസ് റിയൽ ലവ്? എന്താണ് യഥാർത്ഥ സ്നേഹം? യഥാർത്ഥ സ്നേഹം ഉടമസ്ഥതയല്ല. അതായത് നമുക്ക് സ്ഥാപിക്കാൻ പറ്റില്ല ഒരിക്കലും. ഇപ്പം എൻ്റെ ഉടമസ്ഥതയുള്ള വ്യക്തിയാണെന്നോ നമുക്കൊരിക്കലും സ്ഥാപിക്കാൻ സാധിക്കില്ല. അതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ. നമുക്കത് അവർ കനിഞ്ഞു തരേണ്ട കാര്യമാണ്, അവരും കൂടി അനുഭവിച്ചു തരേണ്ട കാര്യമാണ്. നമ്മളൊരിക്കലും പിടിച്ചു വാങ്ങേണ്ടതോ അല്ല നമ്മൾ ഉടമസ്ഥതയിൽ വെക്കേണ്ടതായിട്ടുള്ള കാര്യമല്ല സ്നേഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വിശ്വാസവും ബഹുമാനവും സ്വാതന്ത്ര്യവുമാണ്. അതായത് ഒരാളെ വിശ്വസിക്കുക, ഒരാളെ ബഹുമാനിക്കുക, ഒരാൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യം, ഇതൊക്കെയാണ് ഈ ഒരു ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഒരാളെ മാറ്റാൻ ശ്രമിക്കുന്നതല്ല, അവർ ആരാണോ അതിനെ അംഗീകരിക്കുന്നതാണ്. അതായത് നമ്മുടെ അടുത്ത് നമ്മളുടെ പാർട്ട്ണറുണ്ട്, ആ വ്യക്തിയെ നമ്മൾ മാറ്റാനല്ല ശ്രമിക്കേണ്ടത്. എന്തായിരുന്നോ അവർ, അതുകൊണ്ടാണ് നമ്മൾ സ്നേഹിച്ചത്, അതിന് കൃത്യമായിട്ട് അംഗീകരിക്കുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അല്ലാതെ പക്ഷം ഒരിക്കലും അത് റിയൽ ലവ് എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി വെൻ ലവ് ഹേർട്സ്, എപ്പോഴാണ് ഈ സ്നേഹമൊക്കെ നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുന്നതെന്നറിയോ? എല്ലാ പ്രണയങ്ങളും വിജയിക്കില്ല. ഈ റിയാലിറ്റി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഒന്നാമതായിട്ട് നമ്മൾ ഹേർട്ടാവുന്നത്. അതായത് ഈ ഹേർട്ടാവുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വിജയിക്കും, എനിക്കെല്ലാം നേടാൻ സാധിക്കും എന്നുള്ള വിശ്വാസം നല്ലതാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സ്നേഹബന്ധങ്ങളും വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, കൃത്യമായിട്ട് അതിനും ചില മാനദണ്ഡങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ചിലർ വിജയിക്കാൻ വിജയിക്കാതിരിക്കും. അതാണ് എൻ്റെ ഒരു ആയുസ് അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്താണ് ചിലർ നമ്മുടെ ജീവിതത്തിൽ പാഠം പഠിപ്പിക്കാൻ വരുന്നത്. അതായത് ചിലർ വരും ഒരു നിശ്ചിത കാലയളവിൽ, ഒരു 6 മാസം, 1 വർഷം, കൂടിപ്പോയ 2-3 വർഷം. ഈ വർഷങ്ങൾക്കുള്ളിൽ അവരുടെ ദൗത്യം അവർ പൂർത്തിയാക്കും. അതായത് ദൈവം നമ്മളെ ജീവിതത്തിലേക്ക് അവരയച്ചത് ഒരു ചെറിയ കാര്യത്തിനാണ്, നമുക്കൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് പഠിപ്പിച്ചാൽ പോവും. അപ്പൊ ആ റിയാലിറ്റി മനസ്സിലാക്കി വെക്കാം. ഹൃദയം തകരാം, പക്ഷേ ജീവിതം അവസാനിക്കില്ല. ഇതാണ് ഈ കാര്യത്തിൽ അവസാനമായിട്ട് പറയാനുള്ളത്. അതായത് നമ്മുടെ ഹാർട്ടിന് കൂടുതൽ വേദനിക്കാം, പക്ഷെ ജീവിതം അവസാനിക്കാനല്ല അത്. ആ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും തകർച്ച വരുന്നത്. അത് മനസ്സിലായിക്കൊണ്ട് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ തന്നെ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി അടുത്തതാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. സ്വയം സ്നേഹിക്കാൻ പഠിക്കുക. അതായത് ഒരു വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് നമ്മളെ സ്വയം സ്നേഹിക്കുക എന്നുള്ളത്. ഇതില്ലാത്ത പക്ഷം ഒരിക്കലും നമുക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റില്ല. കാരണം നമ്മളോട് നമുക്ക് സ്നേഹമില്ല, നമ്മളോട് മതിപ്പില്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ള വ്യക്തിയോട് നമുക്ക് മതിപ്പുണ്ടാവുക? അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യമാണ് പുതിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുക. അതായത് നമ്മൾ പ്രണയമാണ് ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ ഇത്തരം ബന്ധങ്ങളെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് ലക്ഷ്യബോധം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി ഈ ഹീലിംഗിലെ അവസാനത്തെ കാര്യമാണ് സമയം പല മുറിവുകളും സുഖപ്പെടുത്തും. അതായത് ഈ മുറിവ് ഈ സമയം കഴിയുന്നവരെ ഉണ്ടാവുള്ളൂ. നമ്മുടെ ആ ഒരു മോശ സമയം കഴിഞ്ഞാൽ ആ മുറിവ് നമ്മൾ തുടങ്ങി പോകുന്നതാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ സമയം കഴിഞ്ഞപ്പോൾ എന്നിൽ നിന്ന് അകന്നു പോയി, പിന്നെ ഞാൻ സന്തോഷവാനായി, ഇനി വീണ്ടും വരും. ആ സമയം കഴിഞ്ഞാൽ അത് വീണ്ടും പോകും. അങ്ങനെയാണ് ജീവിതം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് തന്നെ ഹീൽ ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതാണ് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, പവർഫുൾ മെസ്സേജ്. നിങ്ങളെ സ്നേഹിക്കാത്ത ഒരാളെ പിടിച്ചു നിർത്താൻ ജീവിതം ചെലവഴിക്കരുത്. നിങ്ങളെ വിലമതിക്കുന്ന ആളുകൾക്കായിട്ട് നിങ്ങളുടെ മനസ്സ് തുറന്നു വെക്കുന്നതാണ്. അതായത് ഈ ഒരു വാചകത്തില് ഒരു വലിയൊരു പൊരുൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ പവർഫുൾ മെസ്സേജ് ഞാൻ വിളിക്കാനുള്ള കാരണം. അതായത് നമ്മളെ സ്നേഹിക്കാത്ത ഒരാളെയും നമ്മുടെ ജീവിതത്തിൽ വേണ്ടി പിടിച്ചു നിർത്താൻ പാടില്ല. ഓക്കെ, നമ്മുടെ ടൈം വേസ്റ്റിംഗ് ആണത്.
നമ്മൾ ട്രൈ ചെയ്യാൻ കാര്യമില്ല. പക്ഷേ അവർ തന്നെ വേണം അല്ലെങ്കിൽ എനിക്ക് വേറെ ആൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി കുറച്ചാളെ പിടിച്ച് നിൽക്കുകയായിരിക്കും നമ്മളോടെ. പക്ഷേ ആ ശല്യം ഒഴിവാക്കുന്ന വരെ മാത്രമേ ആയുസുണ്ടാവുള്ളൂ. ശല്യമായിട്ട് വലിച്ചെറിഞ്ഞു പോകുമ്പോൾ യാതൊരു തരത്തിലുള്ള ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് പിടിച്ചു ശ്രമിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ എന്തായാലും ഉണ്ടാവും. ഒരാളെ സ്നേഹിക്കാത്ത ആൾ പോലും ഉണ്ടാവില്ല. അവരെ മാത്രം കൂട്ടുപിടിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ആളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു കമ്മിറ്റ്മെന്റും നമ്മളോട് സ്നേഹമില്ലാത്ത വ്യക്തിയെ എങ്ങനെ നമ്മൾ പിടിച്ചു നിർത്തിയതിന് എന്താ അതിൻ്റെ ആവശ്യം എന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ എൻഡിങ് പാർട്ടിലോട്ട് കിടക്കുമ്പോൾ ഇത്രയും പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവുന്നതിലുണ്ടെങ്കിൽ ഒന്നെങ്കിലും അൺബോക്സ് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണാം എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഒരു ദിവസം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ വേദന തന്നെയാകും നിങ്ങളെ കൂടുതൽ ശക്തനാക്കിയെന്ന് മനസ്സിലാക്കുക. യഥാർത്ഥ സ്നേഹം ഒരിക്കലും ഭയമല്ല, അത് സമാധാനമാണ്. അതായത് നമുക്ക് ഒരാളുടെ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും ആളെ നമ്മളെ കൂടെ ചേർത്ത് പിടിക്കാം. നമുക്കൊരാളുടെ സ്നേഹം ഉണ്ടെങ്കിൽ. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ വേറെ തെറ്റിദ്ധാരണ ഉണ്ടാവും. അതായത് അവർക്ക് സ്നേഹം ഇല്ലെങ്കിലോ ഉള്ളത്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കാതെ രണ്ടാളും കൂടി ചിന്തിക്കാം. അതായത് രണ്ടുപേർക്കും സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെ മതി. ഓക്കെ, രണ്ടുപേർക്കും സ്നേഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈ റിയൽ ലവ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഫിയർ ഇല്ല അതിനകത്ത്. കാരണം അത് പോകുമോ എന്നുള്ള ഭയം ഉണ്ടാവില്ല. കൂടെ നിൽക്കും, അതിനോട് ഉണ്ടാവും എന്നുള്ള സമാധാനം എപ്പോഴും ഉണ്ടാവും. ഓക്കെ, ആ സമാധാനം ഉള്ളതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ, അല്ലാത്തത് ഒരു സ്നേഹമല്ല എന്നുള്ളതാണ്. ഓക്കെ, ഏതൊരു കാര്യത്തിലും ലവിൻ്റെ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ലവ് ഈസ് നോട്ട് എ ഫിയർ. ഓക്കെ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.